ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ ചേട്ടൻ ജോലിക്കും മോൻ സ്കൂളിലും പോകുമ്പോഴുള്ള ഒരു ദിവസത്തെ രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞു ജോലി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഞാൻ കുറച്ച് നട്ട്സും പിന്നെ പൊട്ടറ്റോടെ ബിസ്ക്കറ്റുമാണ് കൊടുത്തു വിട്ടത്. വെള്ളം എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ അത് കിച്ചണിൽ നിന്ന് നേരത്തെ എടുത്ത് ഇങ്ങോട്ട് മാറ്റും, ടേബിളിലോട്ട് മാറ്റി വെച്ചേക്കും. അവിടെ സ്പേസ് നല്ല കുറവാണ്. അപ്പോൾ എല്ലാം കൂടെ വെക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് മോന് പാല് കാച്ചിയാണ്. അപ്പോൾ പാല് കാച്ചി മാറ്റിയതിന് ശേഷമാണ് ചേട്ടൻ ചായ ഇടുന്നത്. പിന്നെ പുട്ട് വെച്ചു. പുട്ട് ഏകദേശം കഴിയാറായി. പിന്നെ രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു. പിന്നെ ചോറും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിസിൽ കേട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഊറ്റി വെക്കും. പിന്നെ ബൂസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. മോൻ്റെ പാല് മാറ്റി വെച്ചിട്ട് ചേട്ടൻ ആ പാലിൽ തന്നെ ചായ ഇടും. ഞാൻ പിറ്റന്നത്തേക്കുള്ള തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണില്ല. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടാണ് അങ്ങനെ കൂടുതലും പഠിച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അമ്മ എല്ലാ സാധനവും അരിഞ്ഞ് വെക്കുമായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തു വിട്ടത് ക്യാരറ്റ് തോരനും ബ്രിഞ്ചാൽ ഫ്രൈ ചെയ്തും പിന്നെ മുട്ടയുമാണ് കൊടുത്തു വിട്ടത്. പിന്നെ ചേട്ടൻ രസം ഉണ്ടായിരുന്നു. മോന് ഞാൻ കറി അങ്ങനെ കൊടുത്തു വിടാറില്ല, കുറച്ചങ്ങനെ ഒഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇപ്പോൾ ജോലി എല്ലാം കഴിഞ്ഞ് അവർ രണ്ടേനും പോയതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകുന്നത്. കുറച്ചേ കാണുള്ളൂ. സമയം കിട്ടുന്നുണ്ട്. അവർ പോകുന്നതിന് മുന്നേ എനിക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ കഴിവും. രാവിലെ തൊട്ടേ നല്ല മഴയാണ്. നനഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ചെറുതായിട്ട് ചാറുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ നല്ല പാടാണ്. മഴ അകത്തോട്ട് അടിക്കുന്നില്ലെങ്കിലും ഈർപ്പം കൊണ്ടിട്ട് നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തണുപ്പ് പോലെ നനഞ്ഞിരിക്കുന്ന പോലെ തോന്നും. നമുക്ക് ആ ഒരു വെയിലടിച്ച് ഉണങ്ങുന്ന ഒരു ഫീലല്ല. പിന്നെ ഞാൻ മോന് പാല് മാറ്റി വെച്ചു. ചേട്ടന് ചായ ഇടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഞാനിന്ന് കാണിക്കുന്നില്ല. ഒരാൾ കുളിക്കുകയാണ്, ഒരാൾ ബാത്റൂമിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചേട്ടനും മോനും മാത്രമേ പുട്ടിൽ തേങ്ങ ഇടുള്ളൂ. ഞാൻ തേങ്ങ ഇടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തേങ്ങ ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് മോനെ കൊണ്ടാക്കാനായിട്ട് സ്കൂളിൽ പോയി. ചേട്ടൻ അതിന് മുന്നേ തന്നെ പോയി. ചേട്ടൻ 8 മണിക്ക് പോവും. മോൻ 8:00-ക്കാണ് ബസ് വരുന്നത്. അപ്പോൾ സിദ്ധുട്ടൻ താഴെ നിന്നിട്ട് അമ്മ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. ആൾക്ക് സത്യം പറഞ്ഞാൽ കുട കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ അവന് കുട കൊണ്ടുപോകണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുട എടുത്താണ്. മഴയുണ്ട്, പക്ഷെ നേരെ ബസ്സിൽ പോകുന്നു, അവിടെ ബസ്സിൽ ഇറങ്ങുന്നു. കുടയുടെ ആവശ്യമില്ല അവിടെ. അപ്പോൾ ആള് ഇങ്ങനെ മോൻ ചുമ്മാ വെറുതെ എന്തൊക്കെയോ ഡയലാമോ എന്ന പാട്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇനി പോയിട്ട് 4 മണിക്ക് വരൂ. ചേട്ടൻ ഒരു 5:30 പോരും. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. എന്നും രാവിലെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് റൊട്ടീൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും വൈകിട്ടേ വരുള്ളൂ. രണ്ടുപേരും ഏകദേശം 8:30-ക്കുള്ളിൽ പോവും. 8:30 ബസ് വരും, പോവും. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എൻ്റെ ഒരു ദിവസത്തെ രാവിലെ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.